നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മലപ്പുറം താനൂരിലെ +2 വിദ്യാർത്ഥിനികളെ മുംബൈയിലേക്ക് തട്ടിക്കൊണ്ടുപോയ സംഭവം അതൊരു തട്ടിക്കൊണ്ടുപോകലായിരുന്നുവെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും ഇപ്പോൾ വാർത്ത നൽകുന്നില്ല. ഇക്കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത റഹീമിനെക്കുറിച്ച് ഒരുവിധ വാർത്തകളും കേരളത്തിലെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നില്ല. മുംബൈയിൽ നിന്ന് തിരിച്ചെത്തിയ റഹീമിനെ തിരൂരിൽ നിന്നാണ് താനൂർ പോലീസ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ കേരള പോലീസ് റഹീമിനെ ഫോണിൽ വിളിക്കുമ്പോൾ താൻ കേരളത്തിലേക്ക് തിരിച്ചിരുന്നുവെന്നാണ് റഹീം പറഞ്ഞത്. എന്നാൽ അപ്പോഴൊക്കെ റഹീം മുംബൈയിൽ തന്നെ തങ്ങുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. 4 മാസങ്ങൾക്ക് മുൻപ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ പെൺകുട്ടികളെ പരിചയപ്പെടുന്നു. ഒരു പെൺകുട്ടിയുമായി അടുത്ത സൗഹൃദം ഇയാൾ സ്ഥാപിക്കുന്നു. പിന്നീട് നിരന്തരം ഫോൺ ചെയ്യുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ നിർബന്ധിച്ച് മുംബൈയിലേക്ക് ഇയാൾ കൂട്ടിക്കൊണ്ടുപോകുന്നു. പോക്സോ അടക്കം ചുമത്തേണ്ട ഗൗരവതരമായ ഒരു കുറ്റകൃത്യം. പെൺകുട്ടികളെ കാണാനില്ല എന്ന് പോലീസിൽ പരാതിയെത്തി അന്വേഷണം തുടങ്ങുമ്പോൾ ഈ 2 പെൺകുട്ടികളും റഹീമും മുംബൈയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ. പിന്നീട് നടന്ന നാടകങ്ങളെക്കുറിച്ച് വിശദമായി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പലവട്ടം റിപ്പോർട്ടുകൾ ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ച ഇപ്പോൾ മറ്റൊരു തലത്തിൽ എത്തി നിൽക്കുന്നു. 2 ദിവസങ്ങൾക്ക് മുൻപ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. ഇതായിരുന്നു ആ കുറിപ്പ്: കുട്ടികളെ കാണാതായ സംഭവത്തിൽ മുംബൈയിലെ ബ്യൂട്ടി പാർലറിൻ്റെ റോൾ അന്വേഷണ വിധേയമാക്കണം. അവിടെ നിന്നും അറിഞ്ഞ കൃത്യമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം പറയുന്നത്. കസ്റ്റമറുടെ വീഡിയോ എടുത്ത് സൂക്ഷിച്ചു എന്നൊക്കെ പറയുന്നതിലുള്ള അവിശ്വസനീയത കൊണ്ടാണ് അന്വേഷിച്ചത്. കോവിഡിന് 1.5 വർഷം മുമ്പ് ഈ സ്ഥാപനത്തിനെതിരെ മുംബൈ പോലീസിൻ്റെ ഏതെങ്കിലും നടപടി വന്നിരുന്നോ എന്ന് അന്വേഷിക്കണം. എന്തുകൊണ്ട് പേര് മാറ്റി ഈ സ്ഥാപനം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു? പാലാരിവട്ടംകാരനായ ഒരാളുടെ സലൂണാണിത്. അറിഞ്ഞ വിവരങ്ങൾ പോലീസിന് നൽകാൻ തയ്യാറാണ്. മാധ്യമങ്ങൾ ആരെയും അന്ധമായി വിശ്വസിക്കരുത്. ഒരൽപ്പം അന്വേഷണമൊക്കെ മുംബൈയിലെ പ്രതിനിധികളെ വിട്ട് നടത്താവുന്നതാണ്. കൃത്യമായിരുന്നു സന്ദീപ് വാര്യരുടെ ഈ കുറിപ്പ്. മുംബൈയിലെ സലൂണുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട് എന്നുറപ്പിക്കുന്ന ഒരു കുറിപ്പ്. അത് പോലീസിന് കൈമാറാൻ തയ്യാറാണ് എന്നും സന്ദീപ് വാര്യർ ഈ കുറിപ്പിൽ പറഞ്ഞിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഗൗരവത്തോടെ പോലീസ് ഈ തലത്തിൽ കേസ് അന്വേഷിച്ചില്ല? മുംബൈയിലേക്കൊരു സാഹസിക യാത്രയാണ് കുട്ടികൾ പോയത് എന്ന് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞ മലപ്പുറം SP, ഈ കുട്ടികളുടെ സാഹസിക യാത്രയ്ക്ക് അവരെ സഹായിച്ചയാളാണ് റഹീം എന്ന് ആദ്യഘട്ടത്തിൽ പോലീസ് പ്രചരിപ്പിക്കുന്നു. റഹീം അസ്ലം എന്ന പേരാണ് ആദ്യം പോലീസ് പോലും ഈ റഹീമിനെക്കുറിച്ച് പുറത്തു പറഞ്ഞത്. എന്നാൽ അയാളുടെ പേര് പോലും പിന്നീട് വ്യാജമായിരുന്നു എന്ന് തെളിഞ്ഞു. മാർച്ച് 7-ാം തീയതി സന്ദീപ് വാര്യർ വീണ്ടും തൻ്റെ ഫേസ്ബുക്കിൽ മറ്റു ചിലത് കൂടി കുറിച്ചു. മുംബൈയിലെ പാർലർ ഉടമ പാലാരിവട്ടംകാരനായ ഒരു പ്രിൻസ് ആണെന്ന് വിവരം ലഭിച്ചു. ഏതാനും വർഷം മുൻപ് ഈ സ്ഥാപനത്തിൽ മുംബൈ പോലീസ് റെയ്ഡ് നടത്തിയതായും നിരവധി മലയാളി പെൺകുട്ടികളെ അടക്കം അനാശാസ്യത്തിന് പിടികൂടിയതായും അന്ന് മനോരമയുടെ മുംബൈ എഡിഷനിൽ ഇത് വാർത്തയായി വന്നിരുന്നു. ഇത് ആ പ്രദേശത്തുള്ള മലയാളികൾ അറിയിച്ചതാണ്. ഇക്കാര്യം സംബന്ധിച്ച് മാതൃഭൂമിയിൽ മാധു ചെറുതായെന്ന് സൂചിപ്പിച്ചപ്പോൾ തന്നെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പാർലർ ഉടമയുടെ മുഖം വിറളി വെളുത്തതായി കാണാൻ കഴിഞ്ഞു. കേരള പോലീസ് മുംബൈ പോലീസുമായി ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ അന്വേഷിക്കണം. 1-2 വർഷം മുൻപ് ഇവിടെ ഒരു മലയാളിയുടെ ദുരൂഹമരണം നടന്നതായും മൃതദേഹം നാട്ടിൽ കൊണ്ടുവരാതെ അവിടെ തന്നെ അടക്കിയതായും മുംബൈ മലയാളികളിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം അന്വേഷണ വിധേയമാക്കണം. ഇവിടെ നിന്നും പെൺകുട്ടികളെ കൊണ്ടുപോയവൻ്റെ പങ്കും അന്വേഷിക്കപ്പെടണം. കൃത്യമായിരുന്നു സന്ദീപ് വാര്യരുടെ ഈ കുറിപ്പ്. എങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ സന്ദീപ് വാര്യർ പങ്കുവെച്ച ഈ കുറിപ്പോ സന്ദീപ് വാര്യർ ഉയർത്തിയ ആശങ്കകളോ അതിന് പ്രാധാന്യത്തോടെ വാർത്തയായി നൽകിയില്ല. എന്നാൽ സന്ദീപ് വാര്യർ മുന്നോട്ട് വെച്ച ആശങ്കകൾ ഉന്നയിച്ചുകൊണ്ട് കാസ ഇക്കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു കുറിപ്പിട്ടിരുന്നു. 2 +2 വിദ്യാർത്ഥിനികളെ പരീക്ഷ പോലും എഴുതാൻ സമ്മതിക്കാതെ വളരെ തന്ത്രപരമായി തട്ടിക്കൊണ്ടുപോയ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് അധികൃതരും പോലീസുമൊക്കെ ചെയ്തത്. സന്ദീപ് വാര്യർ തൊട്ടടുത്ത ദിവസം തൻ്റെ ഫേസ്ബുക്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കി. കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തിയതിൽ കേരള പോലീസ് എന്തോ വലിയ അന്വേഷണ മികവ് കാണിച്ചു എന്ന തരത്തിലാണ് പ്രചരണം നടക്കുന്നത്. വാസ്തവത്തിൽ പോലീസ് ഒരു പുല്ലും ചെയ്തിട്ടില്ല. പെൺകുട്ടികളെ ഇവിടുന്ന് കൊണ്ടുപോയ ഒരുത്തനെ വിശ്വസിച്ച് അവൻ തിരികെ എത്തുന്നത് വരെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്നതാണ് കേരള പോലീസിൻ്റെ ശിക്കാരി ശംഭുമാർ. അവൻ വഴിയിൽ വെച്ച് മുങ്ങിയിരുന്നെങ്കിലോ മറ്റു വല്ലതും സംഭവിച്ചിരുന്നെങ്കിലോ മലപ്പുറം SP എന്ത് ചെയ്യുമായിരുന്നു? കേസന്വേഷണം തീരുന്നതിന് മുൻപേ പെൺകുട്ടികൾ അഡ്വഞ്ചറസ് ട്രിപ്പ് പോയതാണ് എന്ന് SP പത്രസമ്മേളനം വിളിച്ചു പറയുന്നു. കഷ്ടം. പെൺകുട്ടികളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനായാസം ചെയ്യാവുന്ന മൊബൈൽ ലൊക്കേഷൻ ട്രാക്കിംഗ് അല്ലാതെ കേരള പോലീസ് ഒന്നും ചെയ്തിട്ടില്ല.
പെൺകുട്ടികൾ മുംബൈയിൽ എത്തിയ വിവരം ലഭിച്ചതിന് ശേഷം മഹാരാഷ്ട്ര പോലീസുമായി ബന്ധപ്പെട്ട് യോജിച്ച പ്രവർത്തനം നടത്താൻ പോലും കേരള പോലീസിന് കഴിഞ്ഞില്ല. പെൺകുട്ടികളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ആക്റ്റീവായതിനു ശേഷം RPF കുട്ടികളെ കണ്ടെത്തുക മാത്രമാണ് ചെയ്തത്. അതിലപ്പുറം കേരള പോലീസിൻ്റെ യാതൊരു അന്വേഷണ മികവും ഈ കേസിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, കേസ് തീരുന്നതിന് മുൻപ് തന്നെ SP വിധി എഴുതുകയും ചെയ്തു. മാധ്യമശ്രദ്ധ കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഈ കേസിൽ കുട്ടികളെ തിരികെ കിട്ടിയത്. നല്ല രീതിയിൽ ഒരു അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായിട്ടേയില്ല. അതുകൊണ്ട് ഈ കേസിൽ ആരും കേരള പോലീസിൻ്റെ മഹത്വം പറഞ്ഞു വരേണ്ട. ചെയ്യാവുന്നത് പോലും അവർ ചെയ്തിട്ടില്ല. സന്ദീപ് വാര്യർ കൃത്യമായി തൻ്റെ ആരോപണങ്ങൾ ഉയർത്തിയപ്പോൾ ബ്യൂട്ടി പാർലർ ഉടമ രംഗത്തെത്തി. ബ്യൂട്ടി പാർലർ ഉടമ ലൂസി ശക്തമായ ഭാഷയിൽ മാധ്യമങ്ങളിൽ ചില വിശദീകരണങ്ങൾ നൽകാൻ ശ്രമിച്ചു. എന്നാൽ അതിനെയും പിന്നീട് സന്ദീപ് വാര്യർ എടുത്തെടുത്തു. മലപ്പുറത്തെ പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ സന്ദീപ് വാര്യർ നടത്തുന്നത് അപവാദ പ്രചരണമെന്നാണ് ലൂസി മാധ്യമങ്ങളോട് പറഞ്ഞത്. വ്യാജ ആരോപണങ്ങൾ ഉയർത്തുന്ന സന്ദീപ് വാര്യർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. കുട്ടികളെയോ അവരോടൊപ്പം വന്ന യുവാവിനെയോ നേരത്തെ അറിയില്ല എന്നും സലൂൺ ഉടമ ലൂസി പറയുന്നു. ആളുകൾ വാർത്ത അയച്ചു തന്നപ്പോഴാണ് ഞാൻ സന്ദീപ് വാര്യരെ കുറിച്ച് അറിയുന്നത്. സന്ദീപ് വാര്യർ ആരാണെന്ന് എനിക്കറിയില്ല. അയാൾ എന്നെയും അറിയില്ല. പ്രശസ്തിക്ക് വേണ്ടി എന്തൊക്കെ വേണമെങ്കിലും പറയാം. തെളിവുണ്ടെന്നാണ് പറയുന്നതെങ്കിൽ കാണിക്കട്ടെ. അയാൾക്ക് പ്രശസ്തി വേണമായിരിക്കാം. എനിക്കത് വേണ്ട. എന്നെ എല്ലാവർക്കും അറിയാം. 10 വർഷം മുൻപ് ജെൻസ് ബാർബർ ഷോപ്പായി പ്രവർത്തിച്ച സ്ഥാപനമാണ് ഞങ്ങളുടേത്. സ്ത്രീകൾ സ്റ്റാഫായി പോലും ഇല്ലായിരുന്നു. എനിക്ക് എക്സ്പീരിയൻസ് ആയപ്പോൾ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് സലൂൺ പേരുമാറ്റി രജിസ്റ്റർ ചെയ്തു. സ്പാ എന്നൊരു വാക്ക് അവിടെ ഒരിടത്തുമില്ല. പിന്നീട് അയാൾ പറഞ്ഞ മരണപ്പെട്ട ഒരു കാര്യം, അത് ജിജു എന്ന് പറഞ്ഞ ഒരു പുരുഷനാണ്. അറ്റാക്ക് വന്നായിരുന്നു മരിച്ചത്. അയാൾ ഇവിടെയുള്ള ആളാണ്, ഗീതാനഗറിലുള്ളയാൾ. അമ്മയും അനിയനുമുണ്ട്. അവർ വന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടിട്ടാണ് ബോഡി കൊണ്ടുപോയത്. ഇവിടെ മാനേജരായി ജോലി ചെയ്യുകയായിരുന്നു ജിജു. ആണുങ്ങൾ മാത്രമുള്ള ഇവിടെ എന്തിനാ റെയ്ഡ് നടത്തുന്നത്? പെൺകുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനുമായി എനിക്ക് ഒരു പരിചയവുമില്ല. ആ പെൺകുട്ടികൾ പറയുന്നത് ഇവിടുത്തെ ജോലിക്കാർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അവർ എന്നെ വിളിച്ചത്. ഞാൻ തിരക്കായതുകൊണ്ട് വേറൊരു മലയാളി പെൺകുട്ടിയെ വിട്ടു. പക്ഷേ എന്നിട്ടും ഇവർ തിരക്ക് കൂട്ടുകയാണ്, വേഗം വാഷ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണെന്ന് വിചാരിച്ചാണ് ഞാൻ ചെല്ലുന്നത്. മലയാളികൾക്ക് പാര മലയാളികൾ തന്നെയാണ്. അസൂയാണ്. ആരെങ്കിലും ഒന്ന് നന്നായാൽ അപ്പോൾ പാര വയ്ക്കാൻ ഇറങ്ങും. ഞാൻ അന്വേഷിച്ചപ്പോൾ അയാൾ BJPയിൽ നിന്ന് കോൺഗ്രസ്സിലെത്തിയ ആളാണ്. അയാൾ നാട്ടിൽ ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ എന്തിനാണ് എൻ്റെ പുറകെ വരുന്നത്? പ്രശസ്തിക്ക് വേണ്ടിയല്ലേ? എനിക്ക് അയാളെ അറിയില്ല, എൻ്റെ ഫ്രണ്ട്സിനും അറിയില്ല. അവരെല്ലാവരും ഇപ്പോൾ ഗൂഗിളിൽ നോക്കി അയാളെ ഫേമസ് ആക്കി കാണുമല്ലോ. ആ പെൺകുട്ടികൾ വന്നിട്ട് സുഹൃത്തിനെ വിളിക്കാൻ ഫോൺ ചോദിച്ചു. ഇവിടെ സലൂണിലെ ഫോൺ കൊടുത്തു. അവരുടെ കയ്യിൽ ഫോണില്ലായിരുന്നു. ഞങ്ങളുമായി ആ കുട്ടികൾക്ക് ഒരു ബന്ധവുമില്ല എന്നാണ് ലൂസി ആവർത്തിക്കുന്നത്. പക്ഷേ സന്ദീപ് വാര്യർ ഉയർത്തിയ ചില സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ ലൂസി ഇവിടെ പരാജയപ്പെടുന്നു. എന്തിനാണ് സലൂണിലെത്തുന്ന കസ്റ്റമറുടെ വീഡിയോ എടുത്ത് സൂക്ഷിക്കുന്നത് എന്ന ചോദ്യം, അതിനവർ കൃത്യമായി ഉത്തരം പറയുന്നില്ല. ഈ പെൺകുട്ടികൾ സലൂണിൽ നിന്ന് പോയതിന് ശേഷം അവരുടെ വീഡിയോ കൃത്യമായി ചാനലുകൾക്ക് കൈമാറിയത് ഇതേ ലൂസി തന്നെയാണ്. അതും ചാനലുകൾക്ക് ബ്രീഫിംഗ് കൊടുക്കുമ്പോൾ ഈ കുട്ടികളായിരുന്നു സലൂണിൽ വന്നത് എന്ന് പറഞ്ഞ് സ്റ്റാഫ് എടുത്ത വീഡിയോ എടുത്തു പൊക്കി കാണിക്കുന്നു. ഒരിക്കലും മുംബൈയിലേക്ക് യാത്ര ചെയ്തിട്ടില്ലാത്ത 2 പെൺകുട്ടികൾ, അതും +2 ലെവലിൽ പഠിക്കുന്ന കുട്ടികൾ. കേരളത്തിൽ നിന്ന് അവർ ട്രെയിനിൽ തിരിച്ചപ്പോൾ തന്നെ അവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. പിന്നെ എങ്ങനെയാണ് മുംബൈ റെയിൽവേ സ്റ്റേഷനിലിറങ്ങി അവർ കൃത്യമായി ലൂസിയുടെ സലൂൺ തേടി പിടിച്ചത്? ലൂസിയുടെ സലൂണിലെത്തുമ്പോൾ വഴിക്കെവിടെയോ റഹീം പിണങ്ങിപ്പിരിഞ്ഞുവെന്നാണല്ലോ പിന്നീട് ഈ പെൺകുട്ടികൾ പോലീസിനോട് പറഞ്ഞത്. പെൺകുട്ടികളല്ല, റഹീമുണ്ടാക്കിയ കഥ. നാട്ടിൽ ഇത്രയധികം പുകിലുകൾ നടക്കുമ്പോൾ മലയാളി സുഹൃത്തുക്കൾ ധാരാളമുള്ള ലൂസി ആ വാർത്തകൾ അറിഞ്ഞില്ല എന്നെങ്ങനെ മലയാളികൾ വിശ്വസിക്കും? ആ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് പാർലറിലെത്തിയതും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷരായതും? 10,000 രൂപയോളം ബില്ലടയ്ക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളോടെയും കൃത്യമായ സലൂൺ തേടിപ്പിടിക്കുകയായിരുന്നു ആ കുട്ടികളെന്ന് വ്യക്തമല്ലേ? കാസി എന്ന സംഘടന ഈ കേസ് അന്വേഷണത്തെ പരിഹസിച്ചുകൊണ്ട് ഇന്നലെ ഒരു കുറിപ്പിട്ടിരുന്നു. റഹീമിന് പകരം മറ്റൊരു രാജേഷ് ആയിരുന്നുവെങ്കിൽ രാജേഷിൻ്റെ കുഞ്ഞമ്മയുടെ ആധാറിൻ്റെ കോപ്പി വരെ മാധ്യമങ്ങൾ പുറത്തുവിട്ടേനെയെന്ന്. അത്തരം ആധാരങ്ങളുടെ കോപ്പിയെടുത്ത് എല്ലാ മാധ്യമങ്ങൾക്കും പോലീസ് സംഘം വിതരണവും ചെയ്തേനെ. എന്തായാലും ലൂസിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ സന്ദീപ് വാര്യർ അതിനുമൊരു മറുപടി കൊടുത്തു ഫേസ്ബുക്കിൽ. മുംബൈയിൽ പെൺകുട്ടികളെ ഉപയോഗിച്ച് മസാജ് പാർലർ നടത്തിയിരുന്ന ശിവസേനക്കാരൻ പ്രിൻസ് എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് 24 ചാനലിനോട് പറഞ്ഞിട്ടുണ്ട്. അവർ കേസ് കൊടുക്കട്ടെ. മാധ്യമങ്ങളോട് അവർ പറഞ്ഞ പല കാര്യങ്ങളും പരസ്പര വിരുദ്ധമാണ്. ആദ്യം മീഡിയ വണ്ണിനോട് കുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ കോൾ വന്നെന്നും
താനത് കണ്ടെന്നുമൊക്കെ പറഞ്ഞ പ്രിൻസിൻ്റെ ഭാര്യ പിന്നീട് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നില്ല എന്ന് മറ്റ് ചാനലുകളോട് പറഞ്ഞു. മുംബൈയിലെ ചില സംഘടനാ പ്രവർത്തകർ കുട്ടികൾ അവിടെയുണ്ടോ എന്ന് താഴെ ചെന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് നുണയാണ് പ്രിൻസ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് സംഘടനാ പ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേസില്ലെന്ന് മാത്രമേ പ്രിൻസ് പറയുന്നുള്ളൂ. അവിടെ റെയ്ഡ് നടന്നിട്ടുണ്ടോ എന്ന കാര്യം, അക്കാലത്തത് വാർത്തയായിരുന്നോ എന്ന കാര്യം ഇതിലൊന്നും പ്രിൻസിന് വിശദീകരണമില്ല. മുംബൈയിലെ ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട സംഗതികളാണ് ഞാൻ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത്. അതിൽ ഉറച്ചു നിൽക്കുന്നു. ശക്തമായ ആരോപണമാണ് സന്ദീപ് വാര്യർ ഉയർത്തിവിട്ടിരിക്കുന്നത്. ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആരാണ്? കേരള പോലീസോ അതോ ഭരണകൂടമോ? എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യമുള്ള ഈ ഒരു തട്ടിക്കൊണ്ടുപോകലിനെ ഇത്രമാത്രം നിസ്സാരവൽക്കരിച്ചത്? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.